വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ നടത്തുന്ന സമരത്തിൽ ഭിന്നത. KGMCT ആഹ്വാനം ചെയ്ത സമരത്തിൽ നിന്ന് കേരള ഗവൺമെന്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ ടീച്ചേഴ്സ് അസോസിയേഷൻ വിട്ടുനിന്നു. ഡോക്ടേഴ്സിന്റെ OP ബഹിഷ്കരണത്തിൽ പൊതുജനം വലഞ്ഞു. ശമ്പള പരിഷ്കരണ കുടിശ്ശിക വിതരണം ചെയ്യുക, സംസ്ഥാനത്ത് പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിന് മുൻപ് ആവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കുക, ഡോക്ടർമാരുടെ അശാസ്ത്രീയമായ പുനർവിന്യാസം അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KGMCTയുടെ OP ബഹിഷ്കരണം. സമരത്തെക്കുറിച്ച് അറിയാതെ മെഡിക്കൽ കോളേജുകളിലെത്തിയ രോഗികൾ അക്ഷരാർത്ഥത്തിൽ വലഞ്ഞു. അല്ലല്ല, ഇപ്പൊ വന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞതാണ് സമരമാണെന്ന്. ആരെങ്കിലും കാണിച്ചിട്ട് പോകാൻ പറഞ്ഞു. ഇല്ലാന്ന് ഡോക്ടർ ഇല്ലാന്ന് PG ഡോക്ടർമാരെ പറഞ്ഞു. മെയിൻ ഡോക്ടർമാരും ഇല്ല. ബുധനാഴ്ച വന്ന വ്യാഴാഴ്ച ആയി, വീണ്ടും അങ്ങനെ ഇന്ന് വന്നു. ഇന്ന് ഡോക്ടർമാരില്ലാത്ത അറിയില്ല. തിങ്കളാഴ്ച വരണ്ടാന്ന് പറഞ്ഞ് ഇന്ന് വരാൻ പറഞ്ഞ. ഞങ്ങളിപ്പോ എത്രയോ ദൂരത്തുനിന്ന് വരിക, ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായത്. PG ഡോക്ടർമാരെ ഉപയോഗിച്ചാണ് OP മുന്നോട്ട് പോയത്. വിദ്യാർത്ഥികളുടെ തിയറി പ്രാക്ടിക്കൽ ക്ലാസുകളും ബഹിഷ്കരിച്ചു. എന്നാൽ KGMCTയെ സമരത്തെ തള്ളി കേരള ഗവൺമെന്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ ടീച്ചേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തി. ശമ്പള പരിഷ്കരണം അടക്കം പല കാര്യങ്ങളും കോടതി പരിഗണിക്കുന്ന വിഷയമാണെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ സർക്കാരിന് നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കില്ലെന്നും KGPMTA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അജിത് പ്രസാദ് JS 24-നോട് പറഞ്ഞു. ഒന്ന്, ഇതിന്റെ പല കാര്യങ്ങളും കോടതി പരിഗണിക്കുന്ന വിഷയങ്ങളാണ്. അത് കോടതിയിലൂടെ മാത്രമേ അതിന് പരിഹാരം കാണാൻ കഴിയുള്ളൂ. ഇപ്പൊ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് സർക്കാരിന് നയപരമായ തീരുമാനങ്ങൾ ഒന്നും തന്നെ എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാണ് ഞങ്ങളെ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ഞങ്ങളാണ് ഇതിനകത്തെല്ലാം കേസ് കൊടുത്തിരിക്കുന്നത്. കേസും കൊടുത്തിട്ട് സമരത്തിന് പോവാന്ന് പറയുന്നത് അതൊരു നൈതികതയല്ല. ആരോഗ്യമന്ത്രിയിൽ നിന്ന് ഉറപ്പ് ലഭിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് KGMCTA നിലപാട്. ആവശ്യത്തിന് തസ്തികകൾ സൃഷ്ടിച്ച് അവയെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്നതിന് പകരം കേവലം തട്ടിക്കൂട്ട് പെട്ടിക്കടകൾ പോലുള്ള മെഡിക്കൽ കോളേജുകളെ ആക്കിക്കൊണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ തകർച്ചയുടെ പടുകുഴിയിലേക്ക് തള്ളിവിടാൻ സംഘടന ഒരിക്കലും അനുവദിക്കുകയില്ല എന്നുള്ളതിന്റെ സമരപ്രഖ്യാപനം കൂടിയാണ് ഈ പ്രതിഷേധങ്ങൾ. ഈ മാസം 21, 29 തീയതികളിലും OP ബഹിഷ്കരിക്കാനാണ് KGMCTA തീരുമാനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.